ഹായ് ഫ്രണ്ട്സ്, ബാംഗ്ലൂരിലെ ഏറ്റവും പോഷ് മോളായ UB സിറ്റിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാംഗ്ലൂരിലെ ഓരോ മോളിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ UB സിറ്റിയുടെ വിശേഷങ്ങളോട്ട് ഏവർക്കും സ്വാഗതം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കബൻ പാർക്കിന്റെ ഫസ്റ്റ് എൻട്രി. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഈ സിഗ്നൽ കടന്ന് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ UB സിറ്റിയിൽ എത്താം. അല്ലെങ്കിൽ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ കബൻ പാർക്ക് MG റോഡ് വഴിയോ അല്ലെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനായ KSR ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷൻ വഴിയോ എത്താൻ പറ്റും. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് UB സിറ്റി വിറ്റാൽമല്യ റോഡ് ലൊക്കേഷൻ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് UB സിറ്റി മോളിൽ എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ മാളിന്റെ അവിടേക്ക് പോവാണ്. ഇതിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 11 AM to 11 PM ആണ് ടൈമിങ്. വീക്കെൻഡിൽ രാത്രി 12 മണി വരെ ഉണ്ട് ഈ മോള്. ഓണർ വിജയ് മല്യാണ് 2004 ഈ മോള് സ്റ്റാർട്ട് ചെയ്തത്. ബാംഗ്ലൂരിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള മോളാണ്. നമ്മൾ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ മോളിന്റെ പാർക്കിങ്ങിലോട്ട് പോവാണ് ഞാൻ. അപ്പൊ പാർക്കിങ്ങിലോട്ട് പോകുമ്പോൾ നേരെ അതിന് തൊട്ടടുത്ത് തന്നെ മോളിന്റെ ബാക്ക് സൈഡിൽ ഒരു വലിയൊരു പടുകൂറ്റൻ അപ്പാർട്ട്മെന്റ് കാണാം. ഇവിടുത്തെ കൊമേഴ്ഷ്യൽ റീറ്റെയിൽ സർവീസ് അപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. 6 ബ്ലോക്കുകളാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്. വളർന്നു വരുന്നൊരു വ്ളോഗറാണ്, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വ്ളോഗുകൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒക്കെയായ ഒരുപാട് വ്ളോഗുകൾ വരുന്നുണ്ട്. എല്ലാ ഇൻഫോർമേഷൻസും തരുന്നതാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ജസ്റ്റ് വീഡിയോ കണ്ടു മാത്രം പോകരുത്, ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ 4ാമത്തെ ബാംഗ്ലൂർ മോൾ വ്ളോഗ്സ് ആണ്. ഇതെൻ്റെ മറ്റ് മോൾസിൻ്റെ വ്ളോഗുകൾ എൻ്റെ പ്രൊഫൈൽ തന്നെ ഉണ്ട്. മെയിൻ മോളുകൾ മാത്രമേ ഞാൻ വ്ളോഗ് ചെയ്യുന്നുള്ളൂ. കാരണം മോള് വ്ളോഗ് ചെയ്യാൻ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു സിറ്റിക്കുള്ളിൽ തന്നെ ഇത്രയധികം വെറൈറ്റി മോളുകളുള്ള ഒരു സിറ്റി വേറെ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അത് ബാംഗ്ലൂരാണ്. കാരണം ബാംഗ്ലൂരിനേക്കാളും വലിയ മോളുകൾ ഇന്ത്യയിൽ ഉണ്ടാവും. പക്ഷെ ഇത്രയും വെറൈറ്റി ആയിട്ട് സ്പെഷ്യലൈസ്ഡ് മോളുകളും ഒരു സിറ്റിക്കുള്ളിൽ തന്നെ അടുത്തടുത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ എല്ലാ മോളിനും. എല്ലാ മോളിന്റെ വ്ളോഗ്സും കാണാം. ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ജസ്റ്റ് കുറേ മോളുകളുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഡിസൈൻസും ഇതൊക്കെ ഭയങ്കര വ്യത്യാസമാണ് ബാംഗ്ലൂരിലെ ഓരോ മോളിനും. അതൊരു സിറ്റിക്കുള്ളിൽ തന്നെ ഒരുമിച്ച് വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. UB സിറ്റി ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഞാൻ നേരെ ഉള്ളിലോട്ട് പോവാണ്. ലോകോത്തര നിലവാരമുള്ള ഇതിന് 20 ഫ്ലോറുകളുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന്. ഇപ്പം നിങ്ങൾ നേരത്തെ പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ വ്യൂ ആണ് കണ്ടത്. ബിൽഡിംഗ് ക്വാളിറ്റി, സ്റ്റണ്ണിങ് ആർക്കിടെക്ചർ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഫസ്റ്റ്, തേർഡ്, 3 ഫ്ലോറുകൾ മാത്രമേ മോൾ വിസിറ്റേഴ്സിനുള്ളൂ. ബാക്കി ഫ്ലോറൊക്കെ പബ്ബുകളും ഹൈടെക് ഓഫീസുകളും ഓഡിറ്റോറിയംസും ഒക്കെയാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ. ഇപ്പം ഇവിടുത്തെ ഫസ്റ്റ് 3 ഫ്ലോർ മാത്രമാണ് മോൾ വിസിറ്റേഴ്സിന് എൻട്രി ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പബ്ബ് അങ്ങനത്തെ ഇതിലൊക്കെ അപ്പോയിന്റ്മെന്റ്സ് എടുത്തൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഫ്ലോറിലോട്ട് പോവാം. ഒപ്പം അതിനോട് ചേർന്ന് ലക്ഷറിയസ് ആയിട്ട് ഇതേ ബാക്ക് സൈഡിൽ കണ്ടില്ലേ, നമ്മൾ മോളിൽ നിന്ന് മുകളിലോട്ട് കയറി ഏറ്റവും 3rd ഫ്ലോറിൽ എത്തുമ്പോൾ ഒരു എക്സിറ്റ് ഉണ്ട്. അവിടെയാണ് ഈ അപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. ഈ ഒരു കോംപ്ലക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടുത്തെ ഏറ്റവും ലക്ഷറിയസ് അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റേ ട്യൂൺഡ്. ഈ 3 ഫ്ലോറുകളിലും മിനിമം 5000 സ്റ്റാർട്ടിംഗ് പ്രൈസ് തുടങ്ങുന്ന സ്റ്റോറുകളാണ് ഉള്ളത്. ഡൈനിങ് ഓപ്ഷൻസ്, പബ്ബുകൾ, ആർട്ട് ഗാലറി ഒക്കെ വേറെ കാണാം. മിനിമം ഒരു 5000 ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ലക്ഷറിയസ് മോൾ എന്ന് ഞാൻ പറയാൻ കാരണം. 3rd ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് സെക്ഷൻ ഉള്ളത്. ഇതൊരു ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യയുടെ നേതൃത്വത്തിലാണ് ഇത് പൂർത്തിയായതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാംഗ്ലൂരിൽ ലക്ഷറിയസ് ബ്രാൻഡുകൾ അവൈലബിൾ ആയ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യൻ്റെ മറ്റു വ്ളോഗ്സിലുണ്ട്. ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ, ഫിനിക്സ് മാർക്കറ്റ് സിറ്റി, ഒറിയോൺ മോൾ ആയ ഇവയിലൊക്കെ ലക്ഷറിയസ് മോളുകൾ ഉണ്ടെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പുകളും കൂടി ആ മോളുകളിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫാഷൻ ബ്രാൻഡ്സ് അത്തരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാഷൻ ബ്രാൻഡ്സ് ഒന്നും ഇവിടെ കാണില്ല. കാരണം ഇവിടെ മിനിമം 5000 സ്റ്റാർട്ടിംഗ് ആണ്. വാച്ചുകളായാലും ബാഗുകളായാലും ചെരുപ്പുകൾ, അത്തരം ആക്സസറീസ് ഒക്കെ മിനിമം ആ ഒരു പ്രൈസിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു എന്തുകൊണ്ട് വിസിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ, അതൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പിൽ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഇതൊക്കെ എക്സ്പെൻസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എക്സ്പെൻസ് ചെയ്തോളൂ. അല്ലെങ്കിൽ വിൻഡോ ഷോപ്പിംഗ്, ജസ്റ്റ് വാച്ച് ആൻഡ് കം, നമ്മുടെ ഗേൾസിൻ്റെ ഒരു പ്രയോഗമാണ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം.
യുണൈറ്റഡ് ബ്രൂവറീസ് എന്നറിയപ്പെടുന്ന ഈ യു ബി സിറ്റിയിൽ അക്കാദമിക് ക്യാമ്പസ് ഉണ്ട്. പിന്നെ 11 റെസിഡൻസ് ഹോൾസ് ഉണ്ട്, 5 അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഉണ്ട്, യു ബി സ്റ്റേഡിയം ഉണ്ട്. ഹോംലീസിന്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ. അതാണ് എനിക്ക് തമ്മിൽ ഭേദം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്. പിന്നെ സബ്വേയുടെ ഒരു ഷോപ്പ് ഉണ്ട് റെസ്റ്റോറൻറ്റ് ഭാഗത്ത്. അതാണ് ഞാൻ എപ്പോഴും പോകുന്ന ഒരു ഷോപ്പാണ്. ബാക്കിയൊക്കെ ബഫേ ടൈപ്പ് അല്ലെങ്കിൽ പബ് ആക്സസറീസ് ഒക്കെയുള്ള വലിയ റെസ്റ്റോറൻറ്റ്, കഫേ ആൻഡ് ബാറുകളാണ്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഞാൻ എത്തി. ചെറിയൊരു ഐസ്ക്രീം ഷോപ്പുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കും. ഒരു ടീമായിട്ട് വരാണെങ്കിൽ കുറച്ച് പൈസ ഇറക്കാനൊക്കെ തയ്യാറാണെങ്കിൽ ലക്ഷറിയസ് റെസ്റ്റോറൻറ്റുകളും വിത്ത് പബ്സൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് തന്നെയാണ്. കാരണം ഇതിന് ചുറ്റും സിറ്റിയുടെ മെയിൻ ലൈനായ എം ജി റോഡിലാണ് ഈ യു ബി സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാംഗ്ലൂരിലെ മെയിൻ പബ്ബുകളൊക്കെ ഇതിൻ്റെ അടുത്താണ്. നല്ല പോഷ് സിറ്റിയാണ്, നല്ല ക്ലീൻ സിറ്റിയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു സറൗണ്ടിങ് ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ഒരു ആംബിയൻസ് ആണ്. ഒരു ഡിസൈൻസ് ഒക്കെ കണ്ടില്ലേ, ലൈറ്റ് അറേഞ്ച്മെന്റ്സ്, വാൾസിൻ്റെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സ് കണ്ടില്ലേ. ഒരുപാട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് സുൽഫത്തിനെയാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് വന്ന് കുറേ ഫോട്ടോസും ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് റീൽസുകൾ എടുക്കാറുണ്ട്. കാരണം ഭയങ്കര ആംബിയൻസ് ആണല്ലോ. അപ്പോൾ ഒരുപാട് ഫോട്ടോ പോസ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ജസ്റ്റ് ഒരു മോൾ വിസിറ്റ് അല്ല, കാരണം ഒരു വൺ ടൈമെങ്കിലും ഈ മോൾ വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ആ ഒരു ഡിസൈൻ പ്രത്യേകത തന്നെയാണ്. ഒരു ഹൈ ക്ലാസ് ക്വാളിറ്റി തന്നെയാണ് ഈ മോളിൻ്റെ. ഇതേ ഒരു ഡിസൈൻ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് അതിനേക്കാളും മുന്നേ ഒരു 2004 ഇത്രയും ഡിസൈനോട് കൂടിയിട്ട് ഇന്ത്യയിൽ, അതിനുശേഷം ഇന്ത്യയിൽ മുംബൈയിലൊക്കെ ഒരുപാട് മോളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ടൈമിൽ ഇത്രയും ഡിസൈൻസ്, ഇത്രയും ഒരു ക്വാളിറ്റി ഡിസൈനും ആർക്കിടെക്ചറോട് കൂടി വന്ന മറ്റൊരു മോളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇന്ത്യയിൽ എല്ലാ സമയത്ത് എല്ലാ മോളുകളിലും പോയിട്ടുണ്ടെന്ന്. ബട്ട് മൈ നോളേജ്, ഞാൻ കേട്ടുപോയതനുസരിച്ച് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് മോളുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ വരാണെങ്കിൽ ജസ്റ്റ് മോള് മാത്രമല്ല, ഇതിന് ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കബൻ പാർക്ക് ഉണ്ട്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കബൻ പാർക്കിന് ഫസ്റ്റ് എൻട്രൻസ്, കബൻ പാർക്കിന് കുറേ എൻട്രൻസ് ഉണ്ട്. കബൻ പാർക്കിന് ഫസ്റ്റ് എൻട്രൻസ് ഇതിൻ്റെ ജസ്റ്റ് ഒരു മീറ്റേഴ്സ് നടന്നു കഴിഞ്ഞാൽ കബൻ പാർക്കിന് എൻട്രൻസിലോട്ട് എത്താം. പക്ഷെ ആ എൻട്രൻസ് എന്ന് പറയുന്നത് പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള എൻട്രൻസ് അല്ല, നിങ്ങൾ ക്യാബൊക്കെ വിളിച്ച് വരികയാണെങ്കിൽ കയറാൻ പറ്റുന്ന എൻട്രൻസ് ആണ്. അങ്ങനെ കബൻ പാർക്കിന് ഒരുപാട് എൻട്രൻസ് ഉണ്ട്. ബാംഗ്ലൂരിലെ ഏറ്റവും നല്ല അടിപൊളി പാർക്കാണ്. അപ്പോൾ അവിടെയും കൂടി എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇന്ദിരാഗാന്ധി മ്യൂസിക് ഫൗണ്ടെയിൻ ഉണ്ട്. ഇതൊക്കെ ഇതിന് ഏതാനും മീറ്റേഴ്സ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഞാൻ എൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നിന്നിട്ടൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. പിന്നെ ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം ഉണ്ട്. നമ്മുടെ ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രത്തുള്ള പ്ലാനറ്റോറിയം ഉണ്ട്. കന്നഡ, ഇംഗ്ലീഷ് ലാംഗ്വേജുകളൊക്കെ അവൈലബിൾ ആണ് അവിടെ. പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ വ്ളോഗ് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം ആ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ അടുത്താണ്. ബ്രിഗേഡ് റോഡ്, ഇതിലെ ബാംഗ്ലൂരിലെ ഏറ്റവും മിനി തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ബ്രിഗേഡ് റോഡ്. പോഷ് സ്ട്രീറ്റ് ആണ്. അതൊക്കെ ഈ മോളിനടുത്താണ്. അപ്പോൾ ബാംഗ്ലൂർ യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സ്ഥലങ്ങൾ. ഇത് ഹോംലീസിൻ്റെ ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരുവിധം എല്ലാ മോൾസിലുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എല്ലാ മോളുകളിലുള്ള പോലെ ഒരേ ഒരു ഷോപ്പ് തോന്നിയത് ഇതാണ്. ഇവിടെയുള്ള പല ലക്ഷറീസ് മോളുകളും ഈ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ ഏറ്റവും പുതിയതായിട്ട് റീസെന്റ് തുടങ്ങിയ അതിൻ്റെ മോള്, ആ ബ്ലോഗിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മോളിൽ ഇതുപോലെ തന്നെ ഒരുപാട് ലക്ഷറിയസ് ഇവിടെ കാണുന്ന ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ മറ്റു മോളുകളുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പുകൾ ഇവിടെ ഇല്ല. എല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ്, അവരുടെ ഒരു ഹൈ ക്ലാസ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാ ലക്ഷറീസ് ബ്രാൻഡുകളാണ്. ഇതാണ് ഏറ്റവും പുറമത്തെ ഏറ്റവും 3rd ഫ്ലോറിൽ പോയിട്ടുള്ള ഒരു എക്സിറ്റ് ആണ്. അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഈവനിങ് ഒക്കെ വരാണെങ്കിൽ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ആ അപ്പാർട്ട്മെന്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാവുന്നതാണ്. ആ ഒരു ഭാഗത്താണ് റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ കുറേ ഐസ്ക്രീം ഷോപ്പുകളുണ്ട്. നല്ല വെറൈറ്റി ഐസ്ക്രീം കഴിക്കും. അത്ര വലിയ കോസ്റ്റ്ലി അല്ല, അതിൻ്റെ ഉള്ളിലുള്ള ഷോപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര കോസ്റ്റ്ലി അല്ല. അപ്പം ഐസ്ക്രീം അവിടുത്തെ ടേസ്റ്റ് ചെയ്യുക, നല്ല അടിപൊളി ഫ്ലേവേഴ്സിലുള്ള കോൺ ഐസുകൾ കിട്ടും. ആ നേരെ കാണുന്ന ടെൻറ്റഡ് സ്ഥലങ്ങളാണ് പബ്ബുകളും റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ വലിയ ടീമൊക്കെ ആയിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
ടേസ്റ്റ് ചെയ്യാം. നല്ല ക്വാളിറ്റി, ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഫുഡുകളാണ്. ഞാൻ ഒരു വട്ടം എന്തോ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ സബ്വേ ഉണ്ട്. ഇനി ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കണമെങ്കിൽ സബ്വേ ഉണ്ട്. അപ്പം ഇതാണ് അവിടുത്തെ ഷോപ്പുകൾ. ഇപ്പൊ ബാംഗ്ലൂർ ഇത്രയും മോളുകൾ, അതായത് ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ, ഫിനിക്സ് മാർക്കറ്റ് സിറ്റി, ഓറിയോൺ മോള്, അങ്ങനെ ഓരോ മോളിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് വിസിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളുകൾ ജസ്റ്റ് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ കുറെ ഷോപ്പുകൾ മാത്രമല്ല. ബാംഗ്ലൂരിലെ മോളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഡിസൈൻ ആണ്, അതിന്റെ ആർക്കിടെക്ചർ പ്രത്യേകതകളാണ് ബാംഗ്ലൂരിലെ ഓരോ മോളിനും പ്രത്യേകത. പിന്നെ അതിന്റെ ആംബിയൻസ്. ഞാൻ ഒരു ഭാരതീയ മോളൊക്കെ വ്ളോഗ് ചെയ്തിരുന്നു. എൻ്റെ മറ്റ് വ്ളോഗുകൾ സമയം കിട്ടുമ്പോൾ കാണണം. കാരണം ആ ഒരു മോളിനും പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക മോളുകൾ ജസ്റ്റ് എന്താ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ജസ്റ്റ് മോള് വിസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ആംബിയൻസും അതിൻ്റെ ഒരു ഇന്റേണൽ ഡിസൈനും ഓരോ മോളിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പം ജസ്റ്റ് വരാണെങ്കിൽ തീർച്ചയായിട്ടും ബാംഗ്ലൂർ പല ഭാഗങ്ങളുണ്ട്, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം ഈ ഓരോ ഭാഗത്ത് വരുമ്പോഴും അത് അവിടെയുള്ള മോളുകൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. കാരണം ജസ്റ്റ് ഒരു മോള് അല്ലെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് തിയേറ്റർ അങ്ങനത്തെ ഉള്ള മോളുകളല്ല ബാംഗ്ലൂരുള്ളത്. ഓരോ മോളിനും ഓരോ പ്രത്യേകതകളുണ്ട്, അതിൻ്റെ ഡിസൈൻ പ്രത്യേകതകളുണ്ട്, അതിൻ്റെ എക്സ്റ്റേണൽ ആംബിയൻസ്. ഇപ്പം ഞാൻ ഭാരതീയ മോളിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. അതിൻ്റെ എക്സ്റ്റേണൽ ആംബിയൻസ് അത് വേറൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല. പിന്നെ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ, ലോകത്തിലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും പുതിയൊരു ഇന്റീരിയർ ഡിസൈൻസ്, ഒരു ക്വാളിറ്റി ഡിസൈനോടുകൂടി റീസെൻ്റ്ലി കൺസ്ട്രക്ട് ചെയ്ത വേറൊരു മോൾ ഉണ്ടാവില്ല. അതാണ് ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ. അപ്പോൾ ആ ഒരു ഷോപ്പുകൾ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു ടൂറിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് കാണാനും അതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കാണാനും ആസ്വദിക്കാനും പറ്റുന്ന മോളുകളാണ് ബാംഗ്ലൂരിലുള്ളത്. ഈ UB സിറ്റി പൊതുവെ അത്ര ക്രൗഡഡ് ആയിട്ടുള്ള മോളല്ല, കാരണം ഇതിൻ്റെ ഒരു ലക്ഷറിയസ് ഷോപ്പുകൾ തന്നെയാണ് ഇതിൻ്റെ കാരണം. പക്ഷെ ഒരുപാട് ആളുകൾ, ഫസ്റ്റ് വരുന്ന ആൾക്കാരുകൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്, കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ കാണാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അല്ലാത്തവർക്ക് ഒരു വീക്കെൻഡ് വന്നു കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ പറ്റുക. കാരണം മറ്റു മോളുകളിലൊക്കെ വീക്കെൻഡുകളിൽ ഭയങ്കര ക്രൗഡായിരിക്കും, ഇവിടെ അത്ര വലിയ ക്രൗഡഡ് ഒന്നല്ല. പിന്നെ ഈവൻ ടൈമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ്, വാട്ടർ ഫൗണ്ടൻ ഷോകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഒരുപാട് മ്യൂസിക് ഷോസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ബാംഗ്ലൂർ എല്ലാ മോളിലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് പ്രോഗ്രാമുകൾ മോളുകളിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഈവൻ ടൈമിലൊക്കെ വരാൻ ശ്രദ്ധിക്കുക. മറ്റ് സ്ഥലങ്ങളും മോളുകളൊക്കെ ഒരുപാട് നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രോഗ്രാംസ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ മോളിൽ ഇതിൻ്റെ ആ പുറത്തെ എക്സിറ്റിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഇത്തിരി ക്രൗഡഡ് ആയിരിക്കും, എന്നാൽ കൂടി മോളിൻ്റെ ആംബിയൻസും ഒരു ബ്യൂട്ടിയൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ച് പോകാവുന്നതാണ്. ഒരുപാട് ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം ഇത്തരം മോളുകൾ കൂടി വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഷോപ്പിങ്ങിനൊന്നും വേണ്ടിയല്ല, ആ ഒരു ഡിസൈനും ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, ഒരു ആർക്കിടെക്ചറൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ മോളിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഇതിൻ്റെ ആ പുറത്ത് പോകുന്ന വഴിയിലാണ് ഒരുപാട് പബ്ബുകളുണ്ട്. മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റിയ ചുറ്റും ഈ UB സിറ്റിയുടെ ചുറ്റും മെയിനായിട്ട് പബ്ബുകളൊക്കെയാണ് കാണാൻ സെറ്റ്, ലക്ഷറീസ് റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും. അപ്പോൾ പബ്ബുകളിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് ഈ ഒരു മോളും അതിൻ്റെ പരിസരവും. പോകുന്ന വഴി ബ്രിഗേഡ് റോഡ് കൂടിയാണ് പോകുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പബ്ബാണ്, വളരെ പഴക്കമുള്ളൊരു പബ്ബാണ്, പക്ഷെ നല്ലൊരു ആംബിയൻസ്, അതിൻ്റെ പുറത്തെ ഒരു എക്സ്റ്റേണൽ വ്യൂ നല്ല സൂപ്പറാണ്. അപ്പം നമ്മൾ ആ വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.